നമസ്കാരം, ട്രാവൽ കഫേയാണ്. അപ്പോൾ നമ്മൾ കരിയത്തുംപാറയും തോണിക്കടവും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ കക്കയം ഡാമിൻ്റെ ആ ഭാഗത്തോട്ട് എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ കക്കയം ഡാം അതുപോലെ ഉരുക്കുഴി വെള്ളച്ചാട്ടമാണ് നമുക്കിവിടെ കാണാനുള്ളത്. കക്കയം ഡാമിൻ്റെ ആ ഭാഗത്ത് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ വേറെ കുറച്ച് ആക്ടിവിറ്റീസും കൂടിയുണ്ട് കേട്ടോ. കയാക്കിങ് 250 രൂപ, അതുപോലെ പെഡൽ ബോട്ട്, ബാമ്പു റാഫ്റ്റ്, വാട്ടർ റോളർ, കൊറാക്കിൾ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ സംഭവം. കൊട്ടവഞ്ചി ഉണ്ട് കൊറാക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാത്തിനകത്താണ്, ഡാമിന് അകത്താണ് ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇതുപോലെ ഇവിടേക്ക് കടക്കാനുണ്ട്, ടിക്കറ്റുണ്ട്. ബൈക്കിന് പാർക്കിംഗ് 10 രൂപ, കാറിന് 30 രൂപ, ജീപ്പ് 30. അതുപോലെ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് പെർ പേഴ്സൺ വരുന്നത് 30 രൂപയാണ് ടിക്കറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ എൻട്രൻസിൻ്റെ ഈ ഭാഗത്ത് വിശേഷങ്ങൾ. ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വലതുവശത്തേക്ക് നമുക്ക് നടന്നു പോയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് പോവാം. ഒരു ചെറിയ കഫേ ഇവിടെ ഉണ്ട് കേട്ടോ, ഹോട്ടൽ കഫേ എന്തൊക്കെയുണ്ട്. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ നമ്മൾ നേരെ ഡാമിൻ്റെ ഭാഗത്തോട്ട്, ഡാമിൻ്റെ അവിടെ നിൽക്കുന്നില്ല, നേരെ ഉരുക്കുഴി വെള്ളച്ചാട്ടം കാണാൻ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വേറെ എവിടെയും നമ്മൾ നിൽക്കുന്നില്ല. ഇതാട്ടോ അങ്ങോട്ട് ആക്ടിവിറ്റീസ് അല്ലേ, ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ എൻട്രൻസ് ആണിത്. നേരെ അങ്ങോട്ട് അതിൻ്റെ പുറകിലോട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നേരെ ഓപ്പോസിറ്റ് കുട്ടികൾക്കുള്ളൊരു ചെറിയ പാർക്ക്, ഇരിക്കാനുള്ള ചെറിയ ഒരു സെറ്റപ്പ്, അതൊക്കെയാണ് എൻട്രൻസിൻ്റെ ഈ ഭാഗത്തുള്ളത് കേട്ടോ. കുറച്ചുള്ളൂ, ഒരു 4-5 ഡ്രൈവ് കുട്ടികൾക്കുള്ളതുണ്ട്. അതാണ് ഇവിടെയുള്ള കാഴ്ചകൾ. നേരെ താഴെ ബോട്ടിങ്ങും കാര്യങ്ങളും നടക്കുന്ന ആ ഒരു ഏരിയ ഇതാണ് കേട്ടോ. നമ്മുടെ ബോട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അവിടെ കയാക്കിംഗ് ബോട്ട് നിൽക്കുന്നുണ്ട്, ചെറിയ പടൽ ബോട്ട് നിൽക്കുന്നുണ്ട്, കൊട്ടവഞ്ചി നിൽക്കുന്നുണ്ട്. എൻ്റെ എൻട്രൻസ് ആ ഏരിയയാണ്. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഒരു 1.5 കിലോമീറ്റർ നടക്കാണ്ട് ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തോട്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി അങ്ങോട്ടാണ് പോകണം കേട്ടോ. നമ്മളിപ്പോൾ എൻട്രൻസ് കഴിഞ്ഞ് ഒരു 100 മീറ്റർ നമ്മളിങ്ങോട്ട് കടന്നു കേട്ടോ. പക്കാ കാടിനകത്തോടെ, ഒരു സൈഡിൽ കാട്, ഒരു സൈഡിൽ നമ്മുടെ ഡാമിൻ്റെ റിസർവയർ, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിപ്പോൾ നടക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒരു പാമ്പിനെ ക്രോസ് ചെയ്തുള്ളൂ, ഞാനിവിടെ നിന്ന് ഓടി. അപ്പോൾ ഇവിടെ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം ലഹളൊന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് തന്നെ നമ്മൾ പോവുക. അതൊരു അലമ്പാക്കാതെ വൃത്തിയായിട്ട് തന്നെ അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളായിട്ട് ഇവിടെ നിന്നും വൃത്തികേടാക്കാണ്ടിരിക്കുക, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇടയ്ക്ക് റിസർവറിലേക്ക് ഇറങ്ങാനുള്ള വഴികൾ പല ഭാഗത്തും കാണും. നമ്മൾ ഒരിക്കലും ആ വഴിയൊന്നും ട്രൈ ചെയ്യാണ്ടിരിക്കുക. നമുക്ക് അനുവദിച്ച ഈ ഒരു വഴി, ഇത് നേരെ ഡാമിൻ്റെ അങ്ങോട്ട്, അവിടുന്ന് ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് മാത്രമേ നമുക്ക് പോകാനുള്ള ആ ഒരു പെർമിഷൻ നമുക്കുള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മൾ ചെയ്യുക, ഒന്നിനും നമ്മൾ നിൽക്കരുത്. കണ്ടില്ലേ, റിസർവറിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള ബോർഡ് പല ഭാഗത്തും വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ബോർഡാണിത്. താഴെ അങ്ങോട്ട് ഇവർ സ്റ്റാഫുകൾ പോകുന്ന വഴിയാണ്. ഇങ്ങനെ പല ഭാഗത്തും നമ്മൾ വഴികൾ കാണും. അപ്പോൾ ഒരിക്കലും അങ്ങോട്ട് നമ്മൾ ശ്രമിക്കാണ്ടിരിക്കുക, നമ്മൾ നമ്മുടെ വഴി മാത്രം പോയേക്കുക. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിപ്പോൾ 1/2 കിലോമീറ്ററോളം നമ്മളിപ്പോൾ നടന്നു കേട്ടോ. നടന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഏരിയയ്ക്ക് എത്തും. പിന്നെ മുകളിലേക്കൊരു വഴിയുണ്ട്, താഴേക്കൊരു വഴിയുണ്ട്. നമുക്ക് പോകേണ്ടത് ഈ താഴേക്കുള്ള വഴിയിലൂടെ. മുകൾക്കുള്ള വഴിയിൽ അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒരിക്കലും പ്രവേശിക്കരുത്. താഴെ എഴുതി വെച്ചിട്ടുണ്ട് കക്കയം ഡാം, ഉരുക്കുഴി വാട്ടർഫാൾ, കേരള ഹൈഡൽ ടൂറിസം സെൻറ്റർ, മലബാർ ഹെവൻ കക്കയം. അപ്പോൾ ഈ വഴിയാണ്, അവിടെ ആരോപണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വഴി നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. ഇതൊരു കുറങ്ങച്ചൻ, ശ്രദ്ധിക്കണം. ഫുഡ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർ തട്ടിപ്പറിക്കും. അതിവിടെ മാത്രം, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കണ്ടോ, അവൻ നോക്കുക, ബാഗിലേക്കാൻ നോക്കട്ടെ, ഞാൻ തിരിഞ്ഞു കിടക്കാം. ഞാനിപ്പോൾ ബാഗ് കണ്ട പുള്ളി അതിമ കയറും. പക്ക കാടാണ്, ശരിക്കും കാടിനകത്ത് കൂടെ നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഈ ഡാമും അതുപോലെ ഈ ഉരുക്കുഴി വെള്ളച്ചാട്ടം എല്ലാം നമ്മളിപ്പോൾ നേരത്തെ കണ്ട റൗണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡ് കണ്ടല്ലോ, അതിന് മുന്നേ ആയിട്ടാണ് ഡാം സ്ഥിതി ചെയ്യുന്നുണ്ടോ. പക്ഷേ ഡാമിൻ്റെ ആ ഭാഗത്ത് വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, അത് അവർ കണ്ടാൽ അത് നമുക്ക് ഫൈനബിളാണ്. അപ്പോൾ അതിനാരും ശ്രമിക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞ് ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ, അതുപോലെ ഡാമിൻ്റെ മുന്നേ ഉള്ള ഏരിയയുടെ വീഡിയോ, അതൊക്കെ നമുക്കെടുക്കാം. പക്ഷേ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞ് എഴുതി വെച്ച കുറച്ചു മതിൽ കിട്ടിയ ഡാമിൻ്റേതായ ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരിക്കലും നമ്മൾ വീഡിയോ എടുക്കാനോ ഫോട്ടോഗ്രാഫിക്കോ ശ്രമിക്കരുത്. ഈ കാണുന്ന ഒരു ഏരിയ എത്തുമ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഉരുക്കുഴി വെള്ളച്ചാട്ടം നേരെ നമ്മുടെ ഈ വലതു ഭാഗത്തൊക്കെ ആയിട്ട് കല്ല് പാകിയ അതൊരു പറഞ്ഞിരുന്നു, കല്ല് പാകിയ വഴിയാണെന്ന് അവർ പറഞ്ഞിരുന്നു. ഇവിടെ നേരെ താഴേക്ക് റോഡ് പോകുന്നുണ്ട്. അവിടേക്ക് ഒരിക്കലും ഈ ഫോറസ്റ്റ് സ്റ്റാഫുകൾക്കല്ലാതെ വേറെ ആർക്കും ഈ താഴേക്കുള്ള ഈ ഭാഗത്തോട്ട് പ്രവേശനമില്ല കേട്ടോ. അത് അവർക്ക് മാത്രം ഒരു വഴിയാണ്. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ഡാമിൻ്റെ റിസർവിൻ്റെ ഏതൊരു ഭാഗത്തേക്കും എങ്ങോട്ടെങ്കിലും ആയിരിക്കും, അല്ലാതെ ഈ വഴി വേറെ എങ്ങോട്ടും പോകാനില്ല. വേറെ ആൾക്കാർ പോകുന്ന വഴിയൊന്നുമല്ല, വാഹനങ്ങളുള്ള ഏരിയ അല്ല. അപ്പോൾ അത് ഗവൺമെൻറ് സ്റ്റാഫിന്, ഈ ഫോറസ്റ്റിൻ്റെ സ്റ്റാഫിന് മാത്രം പോകാനുള്ളൊരു വഴിയാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് നേരെ ഇങ്ങോട്ടുള്ള കേട്ടോ.
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മലബാർ വന്യജീവി സങ്കേതം, കേരള വനം വന്യജീവി വകുപ്പ്. ഉരുക്കുഴി വെള്ളച്ചാട്ടം ഓർക്കുക, നമ്മുടെ ജീവന് വിലപ്പെട്ടതാണ്. അപകട സാധ്യത സ്വയം ഒഴിവാക്കുക. അങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട് കേട്ടോ, അത് ഞാൻ പോകുമ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ഈ വഴിയുണ്ടല്ലോ, നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തല്ല താഴ്ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴിയുണ്ടല്ലോ, ഇതുപോലെ കല്ലൊക്കെ പോയി, പണ്ട് ചെറിയ വഴിയായിരുന്നു, ഇപ്പോൾ അത് കല്ല് ഇതുപോലെ പാവിയിട്ടുണ്ട്. അതുപോലൊരു വഴിയാണ് ഈ ഒരു വഴി കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററോളം ഇനിയും പോകണമെന്നാണ് പറയുന്നത്. കാട്ടിൽ നിന്നും വരുന്ന വെള്ളം നോക്കിയാൽ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമല്ല കേട്ടോ, ഇത് ഡാമിൽ നിന്നല്ലാതെ കാട്ടിൽ നിന്നും വരുന്ന വെള്ളം. ഡാമിൽ നിന്ന് വരുന്ന വെള്ളം നേരെ വന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തേക്ക് വിടുന്ന വെള്ളമാണ്. ഇത് കാട്ടിൽ നിന്നും വരുന്ന കാട്ടുവെള്ളം കേട്ടോ ഈ വരുന്നത്. ഇത് നേരെ ഇങ്ങനെ പോകുന്നത് നമ്മുടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തോട്ട് തന്നെയാണ്. നമ്മൾ നേരത്തെ കാണിച്ച വെള്ളം ഉണ്ടല്ലോ, ഇത് കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് പക്ക കുടിക്കാൻ പറ്റുന്ന വെള്ളം എന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു കേട്ടോ. നമുക്ക് കുടിക്കാൻ പറ്റും, പക്ക നല്ല വെള്ളം. അതായത് ഈ വേരിൻ്റെ ഔഷധ ഗുണം, എല്ലാ വേരും തട്ടി വരുന്നതുകൊണ്ട് വേരിൻ്റെ ഔഷധ ഗുണം പോലും ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല വെള്ളമാണ് ഈ സാധനം എന്നാണ് പറയുന്നത്. അതാണ് ആ കാണുന്നതാണ് തൂക്കുപാലം. അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇവിടുത്തെ സ്റ്റാഫുകൾ ഇരിക്കുന്ന ആ ഒരു ഷെഡും കാര്യങ്ങളും അല്ല. നമ്മളിൽ നേരെ അങ്ങോട്ട് ഈ ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ശരിക്കുള്ള ഭാഗത്തോട്ട് നമ്മൾ പോകാൻ നിൽക്കുക. ഇദ്ദേഹമാണ് ഇതിൻ്റെ സ്റ്റാഫ് കേട്ടോ. നമ്മുടെ എല്ലാ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുത്താലും ഇദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു സ്ഥിരമുള്ള ഒരു സ്റ്റാഫാണ്. ഒരുപാട് വീഡിയോയിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മെയിൻ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതിന്മേ പിടിച്ച് വേണം പോകാൻ. കാരണം കല്ലുകളാണ്, തെന്നുന്നുണ്ട്, വേരുകളും കല്ലുകളും എല്ലാം കൂടിയാണ്. അപ്പോൾ ഈ തെന്നുന്ന ഷോക്ക് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാൻ കേട്ടോ. ഭയങ്കര അപകട സാധ്യതയുള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ഈ ഉരുക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്നത് തന്നെ കേട്ടോ. സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരിക്കും, ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വെള്ളം ഒരിക്കലും ഈ പാറയുടെ മുകളിൽ കൂടെ അല്ല പോകുന്നത്. ഇത് ചാടി നേരെ വീണ്ടും പാറയ്ക്ക് അകത്തുകൂടെ കയറി 600 അടി താഴേക്ക് എത്തുന്നുണ്ട്. 600 അടി താഴേക്ക് എത്തുന്നത് വരെ ഒരു ചെറിയ 1-2 ഭാഗങ്ങളിലല്ലാതെ ബാക്കി ഒരിക്കലും ഈ വെള്ളം പുറത്ത് കാണുന്നില്ല. എല്ലാം ഈ പാറയ്ക്ക് അകത്ത് കൂടെ. ഈ പേര് വരാൻ തന്നെ കാരണം നൂറ്റാണ്ടുകൾക്ക് മുന്നേ, ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ കാട്ടുവഴി വരുന്ന വെള്ളമാണിത്. കാട്ടുവഴി വെള്ളം വന്നിട്ട് ഇത് മുഴുവൻ പൊത്ത് പോലെ കിടക്കുക, കംപ്ലീറ്റ് പൊത്തുകളാണ്. ഈ പൊത്തിനകത്ത് കൂടെയാണ് ഈ വെള്ളം താഴേക്ക് പോകുന്നത്. ഈ പൊത്തുകൾ ഉണ്ടായത് കൊണ്ടാണ് ഇതിന് ഉരൽക്കുഴി എന്നാണ് ശരിക്കും പറയുന്നത്. അത് ഉരക്കുഴി വെള്ളമായി മാറിയതാണ്. 600 അടി താഴേക്കാണ് ഈ വെള്ളം നേരെ പതിക്കുന്നത്. താഴെ നമ്മൾ നേരത്തെ വന്ന കരിയത്തുംപാറ ആ ഭാഗത്തേക്കാണ് വെള്ളം പോകുന്നത്. നമ്മുടെ കോഴിക്കോട് കടലിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഈ സാധനം നിൽക്കുന്നത് കേട്ടോ. ഒരിക്കലും ഈ ഭാഗത്തു നിന്ന് മാറി വന്ന് നിൽക്കരുത്. എൻ്റെ കൂടെ ഇദ്ദേഹം വരുന്നുണ്ട്. ഇദ്ദേഹം വന്നിട്ട് സ്പെഷ്യൽ പെർമിഷൻ എടുത്തുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് ഞാൻ വന്നത്. ഒരിക്കലും ട്രൈ ചെയ്യരുത്, എനിക്കെന്നെ പേടിയാവുന്നുണ്ട്. വെള്ളം വരുന്ന സ്ഥലമാണിത്, കാട്ടിൽ നിന്ന് നേരെ വരുന്ന വെള്ളം. ഡാം തുറന്നാൽ ഈ വെള്ളം നല്ല ഫോഴ്സിൽ ഈ ഭാഗത്തു കൂടെ വരും. ഇവിടെ പണ്ടുണ്ടായിരുന്ന തൂക്കുപാലമാണിത്. ആദ്യം ഈ തൂക്കുപാലം ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നിന്നാൽ ശരിക്കും ഈ താഴ്ഭാഗം നമുക്ക് കാണാമായിരുന്നു, ഇതിൻ്റെ പൊത്തും ബോർഡും എല്ലാം കാണാമായിരുന്നു. പക്ഷേ അതുപോലെ ഈ തൂക്കുപാലം വഴി നേരെ അപ്പുറത്തേക്ക് പോയി അവിടെ നിന്ന് നമുക്ക് കാണാമായിരുന്നു. പക്ഷെ ഇപ്പോൾ പറ്റില്ല. 2018 പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് അത് പക്കയായിട്ട് അത് ഡാമേജ് ആയി പൊളിഞ്ഞു പോയി. അതുകൊണ്ട് ഇപ്പോൾ അത് ഉപയോഗിക്കാനുള്ള ഒരു വഴി നമുക്കില്ല. ഈ പാറകൾ തന്നെ ശരിക്കും നമ്മൾ കണ്ടാൽ പൊത്തും പോടും കംപ്ലീറ്റ് അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് സാധനം നിൽക്കുന്നത്. മുഴുവൻ ഗുഹ പോലെ കിടക്കുക പല ഭാഗത്ത്. ശരിക്കും പേടി തോന്നും. ഈ ഫോഴ്സൊക്കെ വെള്ളം വരുമ്പോൾ താഴേക്ക് വന്നാൽ ഒരു നിവൃത്തിയില്ല. അതുപോലെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരാൾ ഇതിൻ്റെ താഴത്തേക്ക് വീണ് പോയാൽ നമ്മൾ തിരയുന്നില്ല എന്നാണ്. ഈ ഭാഗത്ത് അവിടെയൊക്കെ ബാരിക്കേഡും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടിയിട്ട് ആരെങ്കിലും താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും തിരയില്ല. ബാക്കി വന്നവർ കൂടുതലവർ തിരിച്ചു പോകാമെന്നല്ലാതെ തിരയാനുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ ഇല്ല എന്നാണ് സ്റ്റാഫുകളൊക്കെ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരിക്കലും റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. അത്ര ഡേഞ്ചറസ് ആയ ഒരു വെള്ളച്ചാട്ടമാണ്. തിരയിലില്ലാത്ത ആൾ വീണ് പോയ തിരയിലില്ലാത്ത ഏക വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഈ ഉരക്കുഴി വെള്ളച്ചാട്ടമാണ്. അതിൽ വേറെ പ്രത്യേകം ഉണ്ടല്ലോ, മനുഷ്യൻ്റെ മുകളിലൊരു പാറയാണിത്. ശരിക്കും വായ, മൂക്ക് എല്ലാം ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ കൊളുക്കുമല പോയാൽ നമുക്കൊരു പുലിയുടെ ഒരു രൂപം നമുക്ക് അവിടെ നമ്മൾ ആ സൺറൈസ് കാണാൻ പോകുമ്പോൾ നമുക്ക് അവിടെ കിട്ടും. കൊളുക്കുമലയിൽ, മൂന്നാർ കൊളുക്കുമലയിൽ. ഇവിടെ അതുപോലെ മനുഷ്യൻ്റെ മുകളിലൊരു പാറയാണ്. ഇന്ത്യയിൽ ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളൂ കേട്ടോ. വേറൊരു ഭാഗത്തും ഇങ്ങനെ ഒരു സംഭവമില്ല. ആ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ഉരക്കുഴി വെള്ളച്ചാട്ടത്തിനുണ്ട് കേട്ടോ. മഴക്കാലമല്ലാത്ത സമയത്ത്, അതായത് വേനൽക്കാലത്ത് കുളിക്കുന്ന ഒരു സ്ഥലം ഇതിൻ്റെ നേരെ മുകളിലുണ്ട്. നമുക്ക് അങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം.
പക്ക ഒരു ഡേഞ്ചറസ് ആയ ഒരു വെള്ളച്ചാട്ടം അത്. ഞാനിപ്പോൾ നിൽക്കുന്നുണ്ട് തൂക്കുപാലം നേരെ താഴെ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ തൂക്കുപാലമാണ് 2010 വെള്ളച്ചാട്ടത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് പോയത് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ അപ്പുറത്തേക്ക് നമുക്ക് പോയി അവിടെ നിന്നാൽ ഈ താഴേക്ക് വെള്ളം വീഴുന്നത് ഒരിക്കലും കാണില്ല. താഴെ ഏറ്റവും 600 അടി താഴെ വെള്ളം പതുപോലെ പൊങ്ങി പുറത്തേക്ക് പോകുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ഈ ഒരു വെള്ളച്ചാട്ടം അധികമാരും അറിയാത്ത ഒരു വെള്ളച്ചാട്ടമായിരുന്നു. അധികാരം വരാത്തൊരു വെള്ളച്ചാട്ടം തന്നെയായിരുന്നു ഈ ഒരു സംഭവം. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് സഖാവ് രാജനെ പോലീസുകാർ കൊന്ന് കുഴിച്ചിട്ടതല്ല, ഇവിടെ നിന്ന് താഴേക്ക് ഇട്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ഒരക്കുഴി വെള്ളച്ചാട്ടം ഫേമസ് ആയത്. തെരച്ചില്ലാത്ത കാരണം അതിനെ തിരയാനും നിന്നില്ല. പിന്നീട് ഏറ്റവും താഴെ 600 അടി താഴെ പോയി തിരഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബോഡി കിട്ടിയതോ ഒന്നുമില്ല. അങ്ങനെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഫേമസ് ആവുന്നത് കേട്ടോ. അതുവരെ വെള്ളച്ചാട്ടമൊന്നും അധികാരിക്കും അറിയില്ലായിരുന്നു. നമ്മൾ ഈ വെള്ളം ചാടി നേരെ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട കരിയത്തുംപാറ ആ ഒരു ഇതുണ്ടല്ലോ, കരിയത്തുംപാറ നമ്മൾ പോയല്ലോ, കരിയത്തുംപാറ തോണിക്കടവെല്ലാം, അങ്ങോട്ടാണ് ഈ വെള്ളം നേരെ പോകുന്നത് കേട്ടോ. ഇതാണ് അപ്പുറം മനുഷ്യൻ്റെ മുകളിലെ ഇവിടുന്ന് സൈറ്റ് കിട്ടുന്നില്ല. നമ്മൾ നേരെ ഓപ്പോസിറ്റ് നിന്നാൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്ത് നിന്നാൽ ആ പാറ ശരിക്കും ഒരു മനുഷ്യൻ്റെ മുഖമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരിക്കലും ഇവിടെ വന്നിട്ട് ആരും സിമ്പിളായിട്ട് ഒരിക്കലും നിൽക്കരുത്. എന്തെങ്കിലും അബദ്ധവശാൽ ഈ കാണുന്ന ആ വെള്ളത്തിൻ്റെ അങ്ങോട്ട് താഴേക്ക് പോന്നാൽ ഒരാൾ നമ്മൾ രക്ഷിക്കാനുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഈ പാറയ്ക്കുള്ളിലാണ് പോകുന്നത്, ഒരിക്കലും പുറത്തേക്ക് വീണതല്ല. പുറത്തേക്ക് വീണാൽ നമ്മുടെ ബോഡിയെങ്കിലും കിട്ടും. നമ്മളിതിനകത്തേക്ക് വീണാൽ ഈ പൊത്തിൻ്റെയും പോടിൻ്റെയും അകത്തേക്കാണ് നമ്മൾ ശരിക്കും പോണത്. കാരണം അത്രയും പഴക്കമുണ്ട്, കാലങ്ങളുടെ പഴക്കമാണ് ഈ ഒരു സംഭവത്തിനുള്ളത്. അപ്പോൾ ഒരിക്കലും ഇവിടെ വന്നിട്ട് നമ്മൾ തിരിച്ചു നമ്മുടെ ജീവനോട് തിരിച്ചു പോരുന്നുള്ള വിശ്വാസത്തിൽ ഒരിക്കലും ഇങ്ങോട്ട് ഇറങ്ങാനോ റിസ്ക് എടുക്കാനോ നിൽക്കരുത്. കണ്ടോ, അദ്ദേഹം കൂടെ നിൽക്കുന്നുണ്ട്. കൂടെ നിന്നും കൊണ്ടാണ് അദ്ദേഹം ഈ വെള്ളച്ചാട്ടം കാണിക്കുന്നത്. അതും ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ്. തിരക്കുള്ള സമയത്താണെങ്കിൽ ഒരിക്കലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഭാഗത്തേക്കൊന്നും ഒരാളടുപ്പിക്കില്ല കേട്ടോ. അതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം വരുന്നത്. നേരത്തെ ആൾക്കാർ വേനൽക്കാലത്ത് വന്ന് കുളിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് ഈ പാറയുടെ ഈ ഭാഗത്തല്ല. ഈ പാറകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതാ അവിടെ ആ ഒരു നീണ്ട ഒരു പാറ കെട്ടുപോലെ കിടക്കുന്നില്ലേ, അതിൻ്റെ അപ്പുറത്ത് മണലാണ്, പക്ക കല്ലൊന്നും ഇല്ലാത്ത ഒരു ഏരിയ. അപ്പോൾ അവിടെ നമുക്ക് വേനൽക്കാലത്ത്, വർഷക്കാലത്ത് ഒരാളുടെ അടുപ്പിക്കില്ല. അവിടെ നമുക്ക് വേനൽക്കാലത്ത് വന്നിട്ട് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ വേറെ കാഴ്ചകളൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് കുളിക്കാമെന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ കുളിക്കുന്നില്ലല്ലോ, നമ്മൾ ജസ്റ്റ് തിരിച്ചു പോവാം. നമുക്ക് സമയം ഒരുപാട് വൈകി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കഥ. ഈ ഏരിയ വരെ നമുക്ക്, ഈ കമ്പിട്ട ഈ ഏരിയ വരെ നമുക്ക് വരാം. ഇതിൻ്റെ അപ്പുറത്തേക്ക് പക്ക കാടാണ്, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു എൻട്രൻസ് നമുക്കില്ല. ഈ കമ്പി വെച്ച ഏരിയ വരെ നമുക്ക് പോവാം. അതിൻ്റെ ഈ കമ്പി വെച്ച നേരെ ഓപ്പോസിറ്റാണ് ആ കടവുള്ളത്, ഒരു ചെറിയ കടവാണ്. അത് നമ്മൾ ഈ കമ്പിട്ട ഏരിയ കൂടെ അല്ല, നമ്മൾ ആ താഴ്ന്ന് ഈ പാറ വഴി നടന്ന് ഈ പാറ വഴി നമുക്ക് നേരെ അങ്ങോട്ട്, ഇപ്പോൾ മഴക്കാലം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളമൊന്നുമില്ലല്ലോ, നമുക്ക് ലാവിഷായിരുന്നു അങ്ങോട്ട് എത്താം. ശരിക്കും വല്ലാത്തൊരു ഭീകരം കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്. ശരിക്കും വെള്ളം ചാടി നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു തൂക്കുപാലം വരുന്ന ശരി. ഇതൊക്കെ ശരിക്കും പൊളിച്ച് പണിയേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് വളരെ കുറവാണ്. വരുന്നവർക്ക് ഈ താഴെ താഴെ ഭാഗത്ത് വെള്ളം പോകുന്നത് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അത് കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഈ തൂക്കുപാലം ഒന്ന് പണിയണം. അതല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ആർച്ച്, ആ മുകൾ ഭാഗത്തേക്ക് കുറച്ച് വൈഡാക്കിയിട്ട് കെട്ടിയാലും പറ്റും. കാരണം എന്നാലും നമുക്ക് ഈ വെള്ളം താഴേക്ക് പോകുന്നതിൻ്റെ ഭീകരത ശരിക്കും അറിയുന്നില്ല, അല്ലെങ്കിൽ ശരിക്കും അറിയുന്നില്ല. അല്ലെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ വന്ന് താഴത്തേക്ക് അങ്ങനെ പോകുന്നത് മതി. ഇത് നേരെ ഇവിടുന്ന് അങ്ങോട്ടൊരു ആർച്ച് കെട്ടുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ ഒരു തൂക്കുപാലം ഭംഗിയിൽ ഒന്ന് ശരിയാക്കുകയെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഭീകരത മനസ്സിലാവും. എന്തുകൊണ്ടാണ് പോലീസുകാർ അതിന് ഇതിനകത്ത് തന്നെ കൊണ്ടുവന്ന് തള്ളി എന്നുള്ള കാരണം ഈ വെള്ളത്തിൻ്റെ ഭീകരതയും ഇതിൻ്റെ ആ ഒരു വെള്ളം താഴേക്ക് ഈ ഇതിനകത്ത് കൂടെ പോയിട്ട്, പൊത്തിനകത്ത് കൂടെ പോയിട്ട് എങ്ങനെ എത്തുന്നുള്ളതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ. ഒരിക്കലും നമ്മൾ ഈ പാറയുടെ മുകളിൽ ഇവിടെ നിന്നുകൊണ്ട് ഈ വെള്ളം എങ്ങനെ വരുന്നു എന്നും താഴേക്ക് എങ്ങനെ എത്തുന്നു എന്നും നമുക്ക് അറിയുന്നില്ല. താഴേക്ക് പതയായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ടെന്ന് മാത്രം, വേറെ ഒന്നും നമ്മൾ അറിയുന്നില്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഉരക്കുഴി അല്ലെങ്കിൽ ഉരൽക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ കേട്ടോ. അപ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണണം. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലല്ല, നമ്മുടെ കേരള ഹിസ്റ്ററിയിലൊരു നെഗറ്റീവ് ഇമ്പ്രഷനാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത് എങ്കിലും ശരിക്കും വന്ന് കാണാവുന്നതാണിത്. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നും, ഒരു ഭീകര വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ മക്കളെങ്കിലും ഇതൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് കാണുക, കൂളായി വന്നിട്ട് അപകടമൊന്നും ഇല്ലാതെ തിരിച്ചു പോകാനോട് ശ്രമിക്കുക കേട്ടോ.
മറ്റൊരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളച്ചാട്ടം നമുക്ക് വീഴുന്നത് കാണാമെന്ന് പറഞ്ഞാൽ വരുന്നത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് ഈ 600 അടിക്ക് താഴേക്ക് പതിക്കുന്നത് ഒരിക്കലും നമ്മൾ കാണുന്നില്ല. മറിച്ച് ഇതിൻ്റെ താഴ്ഭാഗത്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ കാണുന്ന ഒരു പത പോലെ വെള്ളം പോകുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അങ്ങ് എൻ്റെ ഒരു പുഴ പോലെ സ്റ്റാർട്ട് ചെയ്യണത്, അവിടേക്ക് നമ്മൾ നേരത്തെ കണ്ട കരിയത്തുംപാറ അല്ലെങ്കിൽ തോണിക്കടവ് എന്നൊക്കെ 3-3.5 കിലോമീറ്റർ ട്രക്കിങ് ചെയ്തിട്ട് പാറമിലൊക്കെ പൊത്തിപ്പിടിച്ച് വന്നാൽ നമുക്ക് അതുവഴി വന്നിട്ട് ഈ താഴ്ഭാഗത്തേക്ക് ആ വെള്ളം കാണുന്ന ഏരിയ ഉണ്ടല്ലോ അവിടേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അതല്ലാതെ വേറൊരു വഴിയും ഈ പോകുന്ന വെള്ളം കാണാനായിട്ട് നിലവിൽ നമുക്കില്ല. അപ്പോൾ അത് വേനൽക്കാലത്ത് മാത്രമല്ല, മഴക്കാലത്തില്ല. കാരണം മഴക്കാലത്ത് അവിടെ ആകെ വെള്ളമായിരിക്കും. കാരണം നമ്മൾ വരുന്നത് മൊത്തം 3-3.5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് പക്ക കാടിനകത്തുകൂടെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നാലാണ് ഈ വെള്ളം ഈ താഴേക്ക് പതിക്കുന്ന ഈ വഴിയെങ്കിലും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല, കാണില്ല, ഒരിക്കലും വെള്ളം വരുമെന്ന് കാണില്ല. കാരണം ഈ താഴേക്ക് നേരത്തെ പറഞ്ഞ പോലെ പൊത്തും പോടും വഴി കിടന്നിട്ടാണ് താഴേക്ക് എത്തുന്നത്. നിറയും പതിയും പൊതുന്നത് കാണുക എന്നല്ലാതെ ഈ വെള്ളം വരുന്ന ഒരിക്കലും നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കാഴ്ച നമുക്ക് ഇവിടെ ഇല്ല. നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ട് കരിയത്തുംപാറ, തോണിക്കടവ്, അതുപോലെ കക്കയം ഡാം, അതുപോലെ ഈ ഒരു ഉരുളക്കുഴി വെള്ളച്ചാട്ടം, നാളെ നമ്മൾ കവർ ചെയ്തു. ഒരു ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. മറ്റു വീഡിയോയിൽ നമുക്ക് വരാം. നന്ദി, നമസ്കാരം.